അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസുള്ള പേഷ്യൻ്റ് നമ്മുടെ വരികയാണ്. അയാൾ പണ്ട് വീൽ ചെയറിലായിരുന്നു. ജോയിൻസ് എല്ലാം 28 ജോയിൻറ്റിലും നല്ല ജോയിൻസ് നല്ല നീർക്കെട്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അസുഖം കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു, മരുന്ന് കൊടുത്തു. 1 മാസം 2 മാസം കഴിയുമ്പോൾ അയാളുടെ ESR 70-80 എത്തി. അയാൾ നടന്ന് ബാത്റൂമിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ കുഴപ്പമില്ല കേട്ടോ, എനിക്കിപ്പം ടോയ്ലറ്റിലേക്ക് പോകാൻ മുമ്പിലത്തെക്കാളൊക്കെ വേദന കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ സാറ്റിസ്ഫൈഡ് ആകണോ? പേഷ്യൻറ്റ് കുറച്ച് സാറ്റിസ്ഫൈഡ് ആകട്ടോ. പേഷ്യൻറ്റ് സ്റ്റില്ലിങ് ആയും ഓക്കെ, ഐ എം ബെറ്റർ. നമ്മൾ അവിടെയാണോ നിർത്തേണ്ടത്? അപ്പോൾ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ ചികിത്സ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്തെന്നാണ്. ഫോർ എക്സാമ്പിൾ, എറണാകുളത്ത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തീരുമാനം കാണും നമ്മൾ തിരുവനന്തപുരത്താണ് പോകാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? GPS-ൽ നമ്മൾ ലക്ഷ്യസ്ഥാനം ഉറപ്പിക്കുന്നു. ഫസ്റ്റ് അതാ ചെയ്യുന്നത്. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ചികിത്സയിൽ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം കുറച്ച് ബെറ്റർ ആകുക എന്നുള്ളതല്ല, അസുഖം പൂർണ്ണമായിട്ടും വരുതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അഥവാ റെമിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ റെമിഷൻ അച്ചീവ് ചെയ്തോ ഇല്ലെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇപ്പോൾ കയറി വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, ആളുകൾ നമ്മൾ ജോയിൻസിൽ തൊട്ട് നോക്കും. ജോയിൻസിൽ തൊട്ട് നോക്കി എത്ര ജോയിൻസ് നീർക്കെട്ടുണ്ടെന്ന് കൗണ്ട് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് DASH28. അതാണ് ആ ഒരു ചുരുക്കപ്പേര്. ഡിസീസ് ആക്ടിവിറ്റി സ്കോർ 28 ജോയിൻറ്റ്സ്. 28 ജോയിൻ്റാണ് സാധാരണ റുമറ്റോയ്ഡ് കൂടുതലായിട്ട് ഇൻവോൾവ് ആകുന്നത്. ആ 28 ജോയിൻറ്റിൻ്റെ ഒരു കണക്കെടുത്തിട്ടാണ് ഈ DASH28 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ DASH28 സ്കോർ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് 2.8 എന്ന് പറയുന്നൊരു മാജിക്കൽ നമ്പറാണ്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജോയിൻറ്റിലെയും നീർക്കെട്ടും വേദനയും ഇല്ലാതാകണം. ESR ഒരു 20-30 താഴെ വരണം. പേഷ്യൻ്റെ പെയിൻ 1-ൽ താഴെ, വളരെ ചെറിയ രീതി 10-ൽ താഴെയൊക്കെ, 1-ൽ താഴെ 100-ൽ അത് 5-10 അത്ര വേദനയെ കാണാവൂ. ഷുഗറിൽ HbA1c 6.5 അല്ലെങ്കിൽ BP-ൽ 120-80 എന്നൊക്കെ പറയുന്ന പോലെ ആണ് എന്ത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ DASH28. ആ DASH28 എത്ര വേണം? <2.6 വേണം. 2.6 താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓക്കെ നൗ യു ആർ ഫൈൻ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ഇതിനെയാണ് നമ്മൾ ട്രീറ്റ് ടു ടാർഗറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളെപ്പോഴും ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട് അത് റുമറ്റോളജിസ്റ്റും അതുപോലെ പേഷ്യൻറ്റും ഒന്നിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോങ് ടേം ഔട്ട്കം, റുമറ്റോളജിസ്റ്റ് നമുക്കറിയാം 1 ദിവസത്തെ 2 ദിവസത്തെ അസുഖമല്ല, കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്ന അസുഖമാണ്. അതിൽ വളരെ നല്ലൊരു ഔട്ട്കം കിട്ടുകയും ചെയ്യും.